ഹേ ഗായ്സ്, എന്തെല്ലാം ഈ ഫ്ലൈറ്റിൻ്റെതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത് എവിടെ കുറച്ച് ദിവസങ്ങളായാലോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഗൈസ്, ഞാൻ നൈസായിട്ട് നാട് വിട്ടുകൂട്ടാ അങ്ങ് ദൂരെ 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 ഒമാനിലേക്ക്. ഇനിയുള്ള കുറച്ചു കാലം ഞാൻ ഇവിടെയാണ്. അങ്ങനെ ഫ്ലൈറ്റ് ഒക്കെ ഇറങ്ങി നേരെ റൂമിലേക്ക് പോയി. നല്ല ടയർഡായിരുന്നു കേട്ടോ, അതുകൊണ്ട് പെട്ടി പൊളിക്കണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റി. കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ഒക്കെ എടുത്ത് വെച്ച് നേരെ അടുക്കളയിലേക്ക് പോയി ഒരു കട്ടനങ്ങ വെച്ചു. നമ്മൾ മലയാളികൾക്ക് ക്ഷീണം മാറ്റാൻ കട്ടനാണല്ലോ ബെറ്റർ. പിന്നെ ഇവിടെ വന്നത് എന്താണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ പാഷന്റെ പിന്നാലെ പോയി 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 അവസാനം ഞാൻ ഇവിടെ എത്തി എന്ന് പറഞ്ഞത് അടുക്കളയിലല്ല. എന്റെ പാഷൻ എപ്പോഴും എന്റെ ഡാൻസ് ആണ്. രക്ഷപ്പെടുവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഡാൻസ് മാത്രം. അങ്ങനെ അതിന്റെ പിന്നാലെ വന്ന് ഇവിടെ ഒമാനില് ഞാൻ ഒരു ക്ലാസ് ഡ്രസ്സൊക്കെ മാറി നേരെ ക്ലാസ്സിലേക്ക് പോവാണ്. നിങ്ങൾ വായോ കൂടെ ക്ലാസ് ഒക്കെ കാണിച്ചു തരാം. പിന്നെ ഇത്രയും ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാഞ്ഞത് എന്റെ കൂടെ പറഞ്ഞതാണ് എന്റെ കഷ്ടകാലം എന്ന് പറയുന്നത്. വ്ളോഗിംഗ് ഒക്കെ സ്റ്റാർട്ടായി കുറച്ചങ്ങോട്ട് എത്തിയപ്പോ ഫോൺ കംപ്ലൈന്റ്, അത് നേരെയാക്കാൻ കുറച്ച് പാടുപെട്ടുട്ടാ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങോട്ടേക്കുള്ള ഈ വരും. അങ്ങനെ എല്ലാം കൊണ്ടും ഒരേ തിരക്കായി. ഇനിയിപ്പോ അങ്ങോട്ട് ഫുള്ള് വ്ളോഗിന്. അങ്ങനെ ക്ലാസ്സിലെത്തി, ക്ലാസ് ഒക്കെ ഓപ്പൺ ചെയ്തു, നേരെ ഉള്ളിലോട്ട്. ഇതാണ് റിസപ്ഷൻ ഏരിയ. ഇതാണ് എന്റെ സ്വർഗം, എന്റെ ഡാൻസ് ഫ്ലോർ. എത്ര കാലത്തെ സ്വപ്നം എന്നറിയോ? എന്റെ ലൈഫിലെ ഫസ്റ്റ് സ്റ്റെപ്പ്, മൈ ഫസ്റ്റ് ഗോൾ, അത് ഞാൻ അച്ചീവ് ചെയ്തു. അതുകൊണ്ട് ഒരു ഡാൻസ് അങ്ങോട്ട് പെടക്കാം. വിശേഷങ്ങൾ ഒരുപാടുണ്ട്, എല്ലാം വഴിയേ പറയാം. അങ്ങനെ ക്ലാസ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോയി. കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്ത് ഇനി നേരെ ഫുഡും ഉണ്ടാക്കി ഫുഡും കഴിക്കണം. ഉണ്ടാക്കി, ചോറുണ്ടാക്കി, ചായ ഉണ്ടാക്കി, അച്ചാറുണ്ട്, കറി കൊണ്ടുവന്നു. ഇനി എല്ലാം വഴിയേ പറയാം. അപ്പോൾ സൈനിങ് ഔട്ട്.